NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ വീണ്ടും ബാനർ പ്രതിഷേധം. പത്തനംതിട്ട കാരയ്ക്കലിൽ ഇന്നുയർന്ന ബാനർ അടക്കം 18 ഇതുവരെ പ്രതിഷേധമുണ്ടായത്. എല്ലായിടത്തും BJP-ക്കാരോ BJP അനുഭാവികളാണോ പ്രതിഷേധിക്കുന്നത്? പത്തനംതിട്ട വെട്ടിപ്പുറത്താണ് ആദ്യമായി ജി സുകുമാരൻ നായർക്കെതിരെ ബാനർ ഉയരുന്നത്. പിന്നീട് ഓരോ ദിവസവും പലയിടത്തായി ബാനറും ഫ്ലക്സ് ബോർഡുകളും ഉയരുകയായിരുന്നു. ബാഹുബലി സിനിമയിലെ കട്ടപ്പയുമായി ജനറൽ സെക്രട്ടറിയെ താരതമ്യം ചെയ്യുന്നതാണ് മിക്കവാറും എല്ലാം. പലതും ഒരേ ദൃശ്യം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ മാത്രം 12 ഇടങ്ങളിലായി 8 കരയോഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രതിഷേധം. കോട്ടയത്തും തിരുവനന്തപുരത്തും 2 വീതവും ബോർഡുകൾ ഉയർന്നു. ആലപ്പുഴയിലും സമാന രീതിയിൽ പ്രതിഷേധമുണ്ടായി. എല്ലായിടത്തും BJP ബന്ധമുള്ള ആളുകളാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്നാണ് സൂചന. അതേസമയം ഒരിടത്തും ബോർഡും ബാനറും വെച്ചതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരും രംഗത്ത് വന്നിട്ടില്ല. എല്ലാം വെച്ചത് രഹസ്യമായിട്ടാണ് താനും. തങ്ങൾക്ക് ബന്ധമില്ലെന്നാണ് എല്ലായിടത്തെയും കരയോഗം ഭാരവാഹികൾ പറയുന്നത്. പ്രമേയം പാസാക്കി നേതൃത്വത്തെ അറിയിക്കാൻ ആലോചിക്കുന്നുണ്ടെന്ന് പരസ്യമായി പറഞ്ഞത് തിരുവനന്തപുരത്തെ കുറ്റാനിക്കാട് കരയോഗം ഭാരവാഹികൾ മാത്രമാണ്. ഈ സർക്കാരിനെ അനുകൂലിക്കേണ്ട കാര്യമില്ലെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം, നമ്മുടെ സമുദായത്തിന്റെ അഭിപ്രായം. ഏതായാലും ഒരു തലപ്പത്തിരിക്കുന്ന ആളെ ഒരു വ്യക്തമായ തീരുമാനം എടുക്കുമ്പോൾ ഒന്നുകിൽ കീഴ്ഘടകങ്ങളുമായിട്ട് ആലോചിക്കുക, അങ്ങനെയായിരുന്നു ഒരു കീഴ്വഴക്കം. അതില്ലാതെ വന്നൊരു വ്യക്തിപരമായ തീരുമാനം എടുത്തപ്പോൾ നമുക്കതിൽ പ്രതിഷേധമുണ്ട്. അതേസമയം NSSന്റെ പേരിലല്ലാതെയും പ്രതിഷേധങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അയ്യപ്പ ഭക്തരുടെ പേരിൽ ഇന്നലെ നെയ്യാറ്റിൻകരയിൽ ജി സുകുമാരൻ നായരുടെ കോലം കത്തിച്ചിരുന്നു. ഇതിന്റെ പിന്നിലും BJP ബന്ധമുള്ളവരാണ്. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.